7 സീറ്റർ വാഹനങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഇന്നോവ ഉണ്ട്, ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്, അതുപോലെ തന്നെ XUV 500, അങ്ങനെ ഒരുപാട് 7 സീറ്റേഴ്സ് വാഹനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന 7 സീറ്റർ വാഹനങ്ങൾ എന്ന് പറയുന്നത് വളരെ കയ്യിൽ എണ്ണാവുന്ന എണ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലൊരു വാഹനമാണ് മാരുതിയുടെ എർട്ടിഗ ഡീസൽ വാഹനം എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ അറിയുന്നത് ഏകദേശം 18 to 20 കിലോമീറ്റേഴ്സ് വരെ മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 7 സീറ്റർ മാരുതി എർട്ടിഗ ഡീസൽ വാഹനമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് 2016 മോഡലിൽ വരുന്ന 1,00,000 കിലോമീറ്റർ റൺ ചെയ്ത VDI സ്മാർട്ട് ഹൈബ്രിഡിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. മാത്രമല്ല സിംഗിൾ ഓണർഷിപ്പിലാണ്, റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് കേരളത്തിൽ എവിടേക്കാണെങ്കിലും ഡെലിവറി ഓപ്ഷൻ, ലോൺ ഫെസിലിറ്റി ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കാൻ മറക്കരുത്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും 6,65,000 രൂപ മാത്രമാണ്. കമ്പനി പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തിട്ടേ ഡിമാൻഡ് കൂടിയൊരു മുതലിൽ പെട്ടൊരു സാധനമാണ് ഫോക്സ് വാഗൻ്റെ പോളോ അറിയണത്. പക്ഷേ കിലോമീറ്റർ കുറഞ്ഞത് റൺ ചെയ്ത വാഹനങ്ങൾക്ക് ഹൈ ഡിമാൻഡാണ്. അത് മാത്രമല്ല കേട്ടോ, ഒരു GT ലൈനും കൂടി ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, ഒടുക്കത്തെ ഡിമാൻഡാണ്. അങ്ങനെ ഒടുക്കത്തെ ഡിമാൻഡിൽ ഒരു കിടിലൻ ഫോക്സ് വാഗൻ പോളോ GT വേരിയൻറ്റിൽ വരുന്ന ഒരു കിടിലൻ 41,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്ത കമ്പനി വാറൻറ്റിയോട് കൂടിയിട്ട് വരുന്ന ഒരു ഹൈ ക്വാളിറ്റി വെഹിക്കിളാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. 2028 വരെ കമ്പനി വാറൻറ്റിയും റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളും ഒന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസും 3 ഫ്രീ സർവീസോടും കൂടിയിട്ട് വരുന്ന ഒരു ഹൈ ക്വാളിറ്റി വെഹിക്കിൾ. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിലേ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ. ഇതുപോലെ മറ്റു വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് അറിയണ്ടേ? ഇതിൻ്റെ പ്രൈസ് വരുന്നത് 10,90,000 രൂപയാണ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതേ ഒരു CNG നിസാൻ കിഡ് വാഹനമാണ്. 2017 മോഡൽ വരുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ്. 61,000 കിലോമീറ്റർ റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ക്വാളിറ്റി വെഹിക്കിൾ. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കുക വെറും 3,28,000 രൂപക്ക്. അപ്പോൾ ഇതുപോലെ മറ്റു വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിലേ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത് നമ്പറിൽ വിളിച്ചോളൂ. എല്ലാവരും നമ്മളോട് ചോദിക്കുകയും എന്തിനാണ് അൾട്ടോ 800 വാഹനങ്ങൾ ഇത്രയും ദൂരങ്ങൾ സ്റ്റോക്ക് ചെയ്യണമെന്നുള്ളത്. അതിൻ്റെ മെയിൻ റീസൺ എന്താ അറിയോ? അതായത് ഏതൊരു സാധാരണക്കാരനും നമ്മളെ ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ ആൾക്ക് വണ്ടി കിട്ടാതെ പോകാൻ പാടില്ല. അപ്പോൾ ഏതൊരു സാധാരണക്കാരനും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് അൾട്ടോ 800 വാഹനങ്ങൾ എന്ന് പറയുന്നത്. നമ്മളെ കയ്യിൽ അത്യാവശ്യം ഏകദേശം 10ഓളം വാഹനങ്ങൾ അൾട്ടോ 800 വാഹനങ്ങൾ, ഏകദേശം 2,00,000 ബിലോ മുതൽ അൾട്ടോ 800 വാഹനങ്ങൾ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ 3 വാഹനങ്ങളാണ് പരിചയപ്പെടുത്താൻ പോകുന്നുണ്ടോ. അത് 2020 മോഡൽ വരുന്ന LXI വേരിയൻറ്റിൽ വരുന്ന വാഹനമാണ്. വെറും 12,000 കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും 3,35,000 രൂപ മാത്രമാണ്. അടുത്തത് വരുന്നത് 2016 മോഡലിൽ വരുന്ന സെയിം LXI വേരിയൻറ്റിൽ വരുന്ന മറ്റൊരു വാഹനമാണ്. വെറും 2,40,45,000 രൂപ മാത്രമാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തത് വരുന്നത് 2021 മോഡൽ, 2 സൈഡ് എയർ ബാഗും കാര്യങ്ങളെല്ലാം വരുന്ന VXI വേരിയൻറ്റിൽ വരുന്ന വാഹനമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് 3,65,000 രൂപയാണ്. അപ്പോൾ ഈ 3 വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലേ താഴെ കൊടുത്ത് നമ്പറിൽ വിളിച്ചോളൂ. ഇതുപോലെ മറ്റു വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ 3 വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. ചെറിയ പ്രൈസിനെ അൾട്ടോ സെഗ്മെൻറ്റിൻ്റെ നേരെ മുകളിലുള്ളൊരു വാഹനം, ഇന്ന് വലിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വരാത്ത ഫാമിലി യൂസിനൊക്കെ പറ്റിയ ചെറിയൊരു വാഹനം അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് വെറും 1,60,000 രൂപക്ക് സിംഗിൾ ഓണർഷിപ്പിലുള്ള 2011 മോഡലിൽ വരുന്ന VXI വേരിൽ വരുന്ന ഒരു A-Star നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. വെറും 79,000 കിലോമീറ്റർ മാത്രമാണ് കേട്ടോ ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളൂ. കറൻ്റ് ഈ ഒരു വാഹനത്തിന് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വെറും 1,60,000 രൂപക്ക് ചെറിയൊരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ മറ്റു വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ വാഹനത്തിൻ്റെ കിലോമീറ്റർ ഉണ്ടോ 90,403 കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ അതായത് ചില വാഹനങ്ങളുടെ കിലോമീറ്റർ ടാമ്പർ ചെയ്തതായിരിക്കും, അതായത് കിലോമീറ്റർ തിരിച്ചതായിരിക്കും. അത് മനസ്സിലാക്കാൻ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. അതിലൊരു ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഒന്നുകൂടി ക്യാമറ ഒന്ന് റിജിത്തെ. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇവിടെ ഉണ്ടോ, ഇത് ഈ ഒരു വാഹനത്തിൻ്റെ ടയർ റൊട്ടേഷൻ ചെയ്തതാണ്. 2025 4 മാസം 16 84,000 കിലോമീറ്ററിൽ, അടുത്തത് 87,000. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സൊക്കെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിലേ കിലോമീറ്റർ ടാമ്പർ ചെയ്തതാണെന്നുണ്ടെങ്കിൽ അതിൽ മീറ്ററിൽ ഇല്ലിൻ്റെ എബോവ് കിലോമീറ്റർ ആയിരിക്കും.
അതിൽ സർവീസ് ചെയ്ത ഡേറ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നമുക്ക് കിലോമീറ്റർ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നുള്ളത് ഒരു കിടിലൻ ബ്രസ ഡീസൽ വാഹനം, അതും ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന ZDA പ്ലസ് എന്ന് പറയുന്ന വേരിയന്റിലാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ക്വാളിറ്റി വെഹിക്കിളാണ്. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് വെറും 7,35,000 രൂപക്ക് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വാഹനമൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത് നമ്പറിൽ വിളിച്ചോളൂ. ഇതുപോലെ നല്ല ക്വാളിറ്റി വെഹിക്കിൾസിൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്.